Hey viewers, this is Nishant from Virtual Companion. Welcome back to my channel. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഫാന്റാസ്റ്റിക് ഫോർ ദ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞ സിനിമയുടെ ട്രെയിലർ റിലീസായിട്ട് ഒരു 1 വീക്ക് എങ്ങാണ്ട് ആയിട്ടുണ്ട്. ഞാൻ ഇതുവരെ കണ്ടില്ല, പക്ഷേ മോർ എക്സൈറ്റഡ് ആണ്. കാരണം ഫസ്റ്റ് ഇറങ്ങിയ ഫാന്റാസ്റ്റിക് ഫോർ നിങ്ങളെല്ലാം കണ്ടു കാണും. ഞാൻ കോളേജിൽ സ്കൂളിൽ പഠിക്കുമ്പോഴാണ് ആ സിനിമ കാണുന്നത് തിയേറ്ററിൽ പോയിട്ട്. അന്ന് വലിയ ഐഡിയ കാര്യങ്ങളൊന്നും തന്നെ ഇല്ലാതെ ചുമ്മാ പോയി കണ്ട ഒരു സിനിമയാണ്. അപ്പം എനിക്ക് വളരെയധികം ഇഷ്ടമാണ് ആ ബെൻ എന്ന് പറയുന്ന കഥാപാത്രവും. പിന്നെ നമ്മുടെ സ്റ്റീവ് റോക്സി, ക്യാപ്റ്റൻ അമേരിക്ക അതിനകത്ത് ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ക്യാപ്റ്റൻ അമേരിക്കയ്ക്ക് വരുന്നതിന് മുമ്പല്ല, പക്ഷേ ഈ ഒരു ക്യാരക്ടറിൽ ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാം കൊണ്ട് തന്നെ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. അന്ന് ഈ മാർവലിൻ്റെ കഥകളെക്കുറിച്ചോ ഇതിനെക്കുറിച്ചോ ഒന്നും അറിയത്തില്ല. ബ്ലാങ്കായിട്ട് ഒരു സൂപ്പർ ഹീറോ സിനിമ ഇറങ്ങിയിട്ടുണ്ട്, നമുക്ക് പോയി കാണാം. ആ ഒരു രീതിയിൽ കണ്ട ഒരു സിനിമയാണ്. പിന്നെ ഇനി റിലീസാകാൻ പോകുന്ന ഡോക്ടർ ധൂം, അതായത് നമ്മുടെ റോബർട്ട് ഡോണി അഭിനയിക്കുന്ന ഡോക്ടർ ധൂം എന്ന് പറഞ്ഞ ക്യാരക്ടറും ഈ ഫാന്റാസ്റ്റിക് ഫോറിൽ നിന്ന് ഉണ്ടായ ഒരു ക്യാരക്ടറാണ്. സോ എല്ലാം കൊണ്ട് തന്നെ എക്സൈറ്റഡ് ആണ്. സോ നമുക്ക് ട്രെയിലർ ആദ്യം കാണാം, എന്നിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം. ലെറ്റ്സ് വാച്ച്. ആൾക്കാരെല്ലാം മാറി കേട്ടോ. ഈ ബെൻ്റെ റോള് മീശയൊക്കെ വെച്ചോണ്ടോ. ഈ ക്യാരക്ടറാണ് ക്യാപ്റ്റൻ അമേരിക്ക ചെയ്തത്. ഓ, എനിക്ക് ബെന്റെ മോ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. ആ ഈ ഭാഗമൊക്കെ എന്തോ പോലെ. Never late for Sunday dinner. Let's eat. Hey, what time is it? It's dinner time. Get inside. I herald his beginning. I herald your end. ആ രണ്ടാം ഭാഗത്തിൽ വന്ന വില്ലനെ പോലെ തന്നെ ആ സിൽവർ എഡിഷനോ അങ്ങനെ എന്തോ പറയത്തില്ല, ഒരു പ്ലേറ്റിനകത്ത് വരുന്നത്. പക്ഷെ ഇതൊരു ലേഡിയാണ്. Galactus. What is that? Get us out of here, Ben. Hold on. Interesting. July 25th ആണ് റിലീസ്. Are we safe? I don't know. The clock is ticking. We are going to find a solution. We are going to make it right. You don't want to just crush him? Not like that. The four of us will face the danger. We will protect you. നല്ലൊരു വിഷ്വൽ ട്രീറ്റ് ഉണ്ട്. It's about connecting to something bigger than yourself. We'll face it together as a family. ഇത്തിരി എമോഷണൽ ആയിട്ടുള്ള കണ്ടന്റും കൂടി ഈ സിനിമയിൽ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. പക്ഷെ എനിക്ക് ബെന്റെ മുഖം കാണുമ്പോഴാണ് എന്തോ പോലെ. What time is it, Ben? No. What time? താടിയൊക്കെ വെച്ചിട്ടുണ്ടല്ലോ. No, Johnny. Say it. I don't wanna. Say it. ബീജിയം കൊള്ളാം. വാവ്. ജൂലൈ 25th റിലീസ്. ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് തോന്നി ഞാൻ പറയാം. ട്രെയിലർ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. പക്ഷേ ക്യാരക്ടറുകളായിട്ട് വന്നേക്കുന്ന നമ്മൾ ആദ്യം കണ്ട ഫാന്റാസ്റ്റിക് ഫോറിൽ കണ്ട ആൾക്കാരും ഇതിനകത്ത് വേറെ ആൾക്കാരും ആയതുകൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ എനിക്കെന്താ അത്രയ്ക്കൊരു സാറ്റിസ്ഫാക്ഷൻ തോന്നുന്നില്ല അതായത് കാസ്റ്റിങ്. പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ളത് ബെൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ നമ്മൾ ഫസ്റ്റ് വന്ന ഫാന്റാസ്റ്റിക് ഫോറിനകത്ത് കണ്ടിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇതിനകത്ത് പുള്ളിയുടെ ഒരു ഫേസൊക്കെ ഇരിക്കുന്നത് എന്തോ വൃത്തികേട് പോലെ എനിക്ക് തോന്നുന്നുണ്ട്. എൻ്റെ പേഴ്സണലായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ സിനിമയായിട്ട് എങ്ങനെയുണ്ടെന്ന് എനിക്കറിയത്തില്ല. നമുക്ക് കാണാം. 25th റിലീസാണ് ഈ മാസം. എന്തായാലും ഞാൻ പോയി കാണും. ഫസ്റ്റ് ഡേ തന്നെ പോയി കാണും. നിങ്ങൾ മാർവൽ സിനിമകളൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളും പോയി കാണുമെന്ന് എനിക്കറിയാം. നമുക്ക് സിനിമ റിലീസാകുമ്പം ഇതിനെക്കുറിച്ച് റിവ്യൂ ഇടാം. ഏതായാലും എക്സൈറ്റഡ് ആണ്. കാരണം വിഷ്വൽസും കാര്യങ്ങളും പിന്നെ പ്രത്യേകിച്ച് BGM ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ എനിക്ക് അടിപൊളിയാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമ്മൾ ഏതായാലും ഹെവി വെയിറ്റിംഗ് ആണ്. നമ്മൾ എന്തായാലും 25th ഈ സിനിമ കണ്ടിട്ട് ഉടനെ അന്ന് തന്നെ ഞാൻ റിവ്യൂ ഇടും. പിന്നെ പ്രത്യേകിച്ച് ഞാൻ ഈ പറഞ്ഞ ഡോക്ടർ ധൂമിൻ്റെ എന്തെങ്കിലും സംഭവം ഇതിനകത്ത് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം അയൺമാൻ്റെ ഡൈഹാർഡ് ഫാനാണ്. സോ റോബർട്ട് ഡോണി മരിച്ചുപോയെന്ന് പറഞ്ഞൊക്കെ കാണിച്ചപ്പം ഇനി അടുത്ത ഒരു ക്യാരക്ടറിലാണ് പുള്ളി വരുന്നത്. ഡോക്ടർ ധൂം എന്ന് പറഞ്ഞ ക്യാരക്ടറിൽ പുള്ളി വരുന്നുണ്ട്. അപ്പം ആ സിനിമയ്ക്ക് എന്തെങ്കിലും ഒരു കണക്റ്റ് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അതേതായാലും
അതായാലും കാണുന്ന എനിക്കൊരു ഉറപ്പാണ്. സോ ഏതായാലും വെയിറ്റ് ചെയ്യാം. സോ ഉടനെ തന്നെ അടുത്തൊരു വീഡിയോയിൽ കാണാം. അൻറ്റിൽ ദെൻ ബൈ ഫ്രം നിഷാന്ത്. താങ്ക് യു.